ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത സസ്പെൻസ് ത്രില്ലറായ മോഹൻലാൽ ചിത്രം 12th മാൻ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യുന്നു. ആനപ്രേമികൾ അറിഞ്ഞോ? ആനകൾക്ക് വേണ്ടി ഒരു ഹൈടെക് ആശുപത്രി വരുന്നു. കേരളത്തിലെ ഏക ആന പുനരധിവാസ കേന്ദ്രവും വിനോദസഞ്ചാര കേന്ദ്രവുമായ കോട്ടൂർ കാപ്പുകാട്ടിലാണ് ഈ ആന ആശുപത്രി വരുന്നത്. ആധുനിക സംവിധാനങ്ങളോട് കൂടെ 24 മണിക്കൂറും ഈ ആശുപത്രി പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത്. ആധുനിക ആശുപത്രി എന്ന് പറയുമ്പോഴേ ആനകൾക്കുള്ള വാർഡും ലബോറട്ടറിയും ഓപ്പറേഷൻ തിയേറ്ററും ഇണചേരുന്നതിനുള്ള സൗകര്യങ്ങളും പിന്നെ എക്സ്റേ, സ്കാനിംഗ്, PCR ലാബ് ഉൾപ്പെടെ എല്ലാത്തരം ചികിത്സാ സൗകര്യങ്ങളും ഈ ആശുപത്രിയിൽ ഒരുക്കുന്നുണ്ട്. അത്ര വനത്തിൽ എങ്ങനെയാണ് ആന ജീവിക്കുന്നത് അതേ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ കാട്ടിലെ ആനകൾ എങ്ങനെയാണ് കളിച്ച് വരുന്നത് അതുപോലെ നമ്മൾ ആനയെ ഫ്രീ ആയിട്ട് കൊണ്ടുവിടും. ഘട്ടത്തിൽ പരിശോധനയ്ക്കായി വെറ്റിനറി ഡോക്ടർ ഉൾപ്പെടെ 3 പേരുടെ സേവനമാണ് ലഭിക്കുക. പിന്നാലെ കൂടുതൽ ജീവനക്കാരോട് കൂടി ആശുപത്രി പൂർണ്ണ സജ്ജമാകുമെന്നാണ് വനം വകുപ്പ് അധികൃതർ അറിയിക്കുന്നത്. കോട്ടൂർ എലഫന്റ് റീഹാബിലിറ്റേഷൻ സെന്ററിന് കിഫ്ബിയുടെ ഭരണാനുമതി കിട്ടുന്നത് 2017 നമ്മൾ 2019 ഡിസംബറോടുകൂടിയാണ് നമ്മൾ ഇവിടുത്തെ 1ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം അതായത് 2022 ഓഗസ്റ്റോടുകൂടി തന്നെ ഇതിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 1ാം ഘട്ടം പൂർത്തിയാക്കാം എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിൻ്റെ രീതിയിലുള്ള അതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നു വരുന്നത്. എലഫന്റ് റീഹാബിലിറ്റേഷൻ സെൻ്ററിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊതുവെ 2 തരത്തിലാണ്. ഒന്ന് എന്ന് പറയുന്ന തീർച്ചയായിട്ടും ഇതൊരു എലഫന്റ് റീഹാബിലിറ്റേഷൻ സെൻ്റർ ആയതുകൊണ്ട് തന്നെ ആനകളുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമാണ് ഒന്നാം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വളരെ വിപുലമായ എലഫന്റ് എൻക്ലോഷറുകളും അതുപോലെ തന്നെ കുട്ടിയാനകൾക്ക് മാത്രമുള്ള ഫെസിലിറ്റീസ്, അവരുടെ ക്വാറന്റൈൻ ഫെസിലിറ്റി, അവരുടെ ഫീഡിംഗ് കോംപ്ലക്സ്, അതുപോലെ തന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റാണ് എലഫന്റ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ആനകൾക്ക് മാത്രമായിട്ട് ഉള്ള ഒരു ആശുപത്രി, ആധുനിക ആശുപത്രി ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ആശുപത്രി കുറവാണ്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആനകൾക്ക് ഉള്ള ഒരു ഇൻപേഷ്യൻ്റ് യൂണിറ്റ് അതുപോലെ തന്നെ ഔട്ട് പേഷ്യൻ്റ് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ആനകളെ ട്രീറ്റ് ചെയ്യാൻ ആവശ്യമായ എല്ലാ ആധുനികമായ സംവിധാനങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ചികിത്സ നൽകുന്നതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. കൂടാതെ തന്നെ ലാബുകൾ, അത് പലതരത്തിലുള്ള ലാബ്സ് ഉണ്ട്. ഉദാഹരണത്തിന് പാത്തോളജി ലാബ്, ജനറൽ ലാബ്, അതുപോലെ തന്നെ നമ്മളൊരു റീസെൻ്റായിട്ട് നമുക്ക് കഴിഞ്ഞ വർഷം ഒരു ഹെർപ്പിസ് ഇൻഫെക്ഷൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു ഏർലി ഹെർപ്പിസ് ഡിറ്റക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു ഹെർപ്പിസ് ലാബ് തന്നെ ഇവിടെ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അൾട്രാസൗണ്ട്, സ്കാൻ, എക്സ്റേ യൂണിറ്റ്സ്, അങ്ങനെയുള്ള പല അത്യാധുനികമായ എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ഇവിടെ ഈ ഹോസ്പിറ്റലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ പാർക്കിലെ ആനകൾക്ക് മാത്രമായിരിക്കും ചികിത്സ. പിന്നീട് നാട്ടാനകൾക്കും ചികിത്സ ലഭ്യമാവും. അഗസ്ത്യവനത്തിലെ കോട്ടൂർ കാപ്പുകാട് 2008 ഒരു ആന പുനരധിവാസ കേന്ദ്രം ആരംഭിച്ചത്. നെയ്യാർ ജലാശയത്തിനടുത്തുള്ള വനമേഖലയിൽ 175 ഹെക്ടർ സ്ഥലത്ത് സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ പാർപ്പിക്കാനുള്ള സൗകര്യമാണ് ഇവിടെയുള്ളത്. കാട്ടിൽ കൂട്ടം തെറ്റി കിട്ടുന്ന കുട്ടിയാനകൾ, ജനവാസ മേഖലകളിൽ ഇറങ്ങി സ്ഥിരമായി നാശം വരുത്തുന്ന കാട്ടാനകൾ, ആന ക്യാമ്പുകളിലെ പ്രായം ചെന്ന ആനകൾ, മനുഷ്യന്റെ ക്രൂരതയ്ക്ക് ഇരയാകുന്ന നാട്ടാനകൾ എന്നിവയാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. വിവിധ പ്രായത്തിൽ ആകെ 16 ആനകൾ ആന പുനരധിവാസ കേന്ദ്രത്തിൽ ഇപ്പോഴുണ്ട്. കൂടാതെ സഞ്ചാരികൾക്കായി വിവിധ സൗകര്യങ്ങൾ തയ്യാറായി വരികയാണ്. ആനസവാരി, ബോട്ടിംഗ്, ട്രക്കിംഗ്, അങ്ങനെ നിരവധി പരിപാടികൾ അധികൃതർ ഒരുക്കുന്നുണ്ട്. കൂട്ടത്തിൽ ആനകൾക്കുള്ള സൗകര്യമേറെയുള്ള നല്ല ഒരു ആശുപത്രിയും ആനകൾക്കും നല്ല ചികിത്സ ലഭിക്കട്ടെ. ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത സസ്പെൻസ് ത്രില്ലറായ മോഹൻലാൽ ചിത്രം 12th മാൻ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യുന്നു.